ഈ സർക്കാർ അധികാരത്തിൽ വന്ന് വളരെ കുറഞ്ഞ കാലമേ ആയുള്ളൂ, ഒരു മാസം മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനു മുൻപേ നേരത്തെ പല അംഗങ്ങളും സൂചിപ്പിച്ചതുപോലെ തെരുവ് സമരം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. സാർ, അതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ SFI സുഹൃത്തുക്കളാണ്. ഈ സഭയിൽ ഇരിക്കുന്നവരെല്ലാം സമരങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ ജീവിതങ്ങളിലൂടെ കടന്നു വന്നവരാണ്. സമര പോരാട്ടങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടവരാണ് ഈ സഭയിൽ അംഗങ്ങളെല്ലാം. സാർ, നമ്മൾ വിളിച്ച സമരങ്ങൾക്കൊക്കെ ഒരു മുദ്രാവാക്യം ഉണ്ടാകാറുണ്ട് സാർ. ആ മുദ്രാവാക്യങ്ങൾക്ക് മൂല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് തെരുവിൽ കാണുന്ന സമരങ്ങൾക്ക് മുദ്രാവാക്യങ്ങളും മൂല്യങ്ങളും ഇല്ലാതെ ജലബീരങ്കികളുടെയും ലാത്തിയുടെയും രക്തം ചിന്തിയ ചിത്രങ്ങൾ കാണിച്ച് BGM മറ്റ് സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് വേണ്ടി മാത്രമായി സമരം നടത്തുന്ന ഒരു സംഘമായി കേരളത്തിലെ SFI മാറിയിരിക്കുന്നു എന്ന് ഈ സമരാവാസങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നു സാർ. എന്റെ ബഹുമാനപ്പെട്ട സീനിയർ അംഗങ്ങളോട്, ഇടതുപക്ഷത്തിന്റെ സീനിയർ അംഗങ്ങളോട് പറയാനുള്ളത്, സമരം എന്താണെന്നും സമരങ്ങളുടെ മുദ്രാവാക്യം എന്താകണമെന്നും ആ മുദ്രാവാക്യങ്ങൾക്ക് എങ്ങനെയാണ് മൂല്യം ഉണ്ടാകേണ്ടതെന്നും പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ ജനത കൈവെള്ളയിൽ നൽകിയിരുന്നു ഇവർക്ക്, ഈ ഇടതുപക്ഷത്തിന് കേരളത്തിന്റെ ഭരണം. പക്ഷെ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല സാർ. നമുക്കറിയാം, PMC എന്ന് പറയുന്ന RSSന്റെ അറവുശാലയിലേക്ക് കേരളത്തിന്റെ ക്ലാസ് മുറികളെ ഏകപക്ഷീയമായ കരാറുകളിലൂടെ എറിഞ്ഞു കൊടുത്തവരാണ് സാർ ഈ ഇരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നവർ. അവർ കേരളത്തിന്റെ കലാലയങ്ങളിൽ കാവ്യരാഷ്ട്രീയത്തിന്റെ വിത്ത് മുളയ്ക്കാൻ പാകപ്പെടുത്തി കൊടുത്തവരാണ് സാർ. സാർ, അത് മാത്രമാണോ? ഇന്ന് PMCയെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന പ്രതിപക്ഷത്തോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. PM ഉഷ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരാണ് നടപ്പിലാക്കിയത് സാർ? MOU ഒപ്പുവെക്ക് മാത്രമല്ല, വൈസ് ചാൻസലർമാർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പരിതപിക്കുന്ന പ്രതിപക്ഷത്തോട് ഞാൻ ചോദിക്കുന്നത്, PM ഉഷ 100% നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. RSSന്റെ അജണ്ടയാണ്, BJPയുടെ അജണ്ടയാണ്. ഇതേ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അത് മുഴുവനായി നടപ്പിലാക്കാൻ, അതിൽ ഒപ്പുവെക്കാൻ നിങ്ങളുടെ കൈ വിറച്ചില്ല എന്നത് കേരളത്തിന്റെ ഒറ്റുകൊടുത്ത RSSന് ഒറ്റുകൊടുത്തവരാണ് ഇടതുപക്ഷക്കാരെന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്ന് അവരോട് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സാർ. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു സാർ. ഇപ്പൊ പറയുന്നത് PMC ഒരു സ്വിച്ചിട്ട പോലെ അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ സ്വിച്ചിട്ടാൽ അവസാനിക്കുന്ന രൂപത്തിലാണോ നിങ്ങൾ ഈ കരാറിൽ ഒപ്പുവെച്ചത്? അല്ലല്ലോ. നമുക്ക് കേരളത്തിന് മാത്രമായി പിന്മാറാൻ കഴിയാത്ത വിധം ഊരാക്കുടുക്കൽ ഉണ്ടാക്കി ഒരു കരാറിൽ പോയി നിങ്ങൾ ഒപ്പുവെച്ചു. ഞാൻ പ്രതിപക്ഷത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അങ്ങനെ കൊണ്ടുവച്ച ഈ കരാർ അത് നടപ്പിലാക്കാതിരിക്കാനുള്ള അവസാന സാധ്യതയും പരിശോധിക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണി ഒരു സമിതിയെ വെച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും ഞങ്ങൾ പരിശോധിക്കുമെന്ന് മാത്രമല്ല, ഊരാക്കുടുക്കിനകത്ത് കേരളത്തിന്റെ കഴുത്ത് നിങ്ങൾ വെച്ച ഊരാക്കുടുക്കിനകത്ത് കുടുങ്ങുമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞ വാചകമുണ്ട്, കേരളത്തിന്റെ ക്യാമ്പസുകളിലെ, കേരളത്തിന്റെ സ്കൂളുകളിലെ സിലബസുകളിലേക്ക് ഒരു വരി സംഘപരിവാറിന്റേത് കയറി വരാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. കേരളത്തിന്റെ സ്കൂളിന്റെ വരാന്തയിലേക്ക് ഒരു സംഘപരിവാറുകാരനും അവകാശം പറഞ്ഞു വരാവുന്ന ഒരു പാഠപുസ്തകവും ഉണ്ടാവില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രഖ്യാപിക്കുകയാണ്. അത് മലയാളിയുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഊരാക്കുടുക്കിനകത്ത് കേരളത്തിന്റെ കഴുത്ത് കുടുങ്ങിയാലും RSSകാരനെ കൈയടിക്കാൻ അതിലൊന്നുമില്ലാതിരിക്കാനുള്ള ജാഗ്രത ഐക്യജനാധിപത്യത്തിന്റെ ഭാഗത്തുണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് സാർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സാർ ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിച്ച ഒരു പോലീസുകാരൻ മലയാളി കണ്ടത്. അത് മാത്രമാണോ? അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒരു കുപ്പി വെള്ളം റോഡിൽ നിന്ന് കോരിയെടുത്ത് ഒരു കുപ്പി വെള്ളവുമായി ഈ സഭയിൽ വന്നു സാർ. സഭയിൽ ഉയർത്തി കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയുന്നുണ്ട് എന്ന്. സാർ, ആ പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ തലതല്ലി പൊളിച്ചും പോലീസിന്റെ ലാത്തി നിങ്ങളുടെ പ്രവർത്തകന്മാർ ഉപയോഗിച്ച് അടിച്ചു തകർത്ത തലതല്ലി പൊളിച്ച പ്രവർത്തകന്മാരാണ് ഇന്ന് ഭരണപക്ഷത്തിന്റെ ബെഞ്ചിരിക്കുന്നത് എന്ന് അവർ ഓർക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ കാര്യം പറയാം. ഇതാ, ഇന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയുന്നുവെങ്കിൽ അത് ഈ കോരിയെടുത്ത വെള്ളത്തിന്റെ ചൊറിച്ചിലല്ല. 10 വർഷക്കാലം അധികാരത്തിന്റെ ശീതളച്ചായിൽ ഒരുങ്ങിയിരുന്ന് ഇപ്പോ വെയിലത്തിറങ്ങി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ചൊറിച്ചിലുണ്ടാകും സാർ. അതവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രം പറയാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ സാർ. ഇപ്പൊ UDFനെതിരെ സംഘപരിവാറിന്റെ ചാപ്പ കുത്തണം. അതിന് ഏറ്റവും അവസാനം അവർ ഉയർത്തി കാണിക്കുന്നത് PMAY ആണ്. കേരളത്തിന്റെ പ്രിയങ്കനായ LSD വകുപ്പ് മന്ത്രിയെ KM ഷാജിക്ക് നേരെ അവർ ആരോപണം ഉന്നയിക്കുകയാണ്. അതിന് അവരുടെ നേതാവ് AR റഹീം ഉയർത്തി കാണിച്ച ഒരു ചിത്രമുണ്ട്. ഉത്തർപ്രദേശിൽ പോയിട്ടാണ് അദ്ദേഹം ആ ചിത്രം ഉയർത്തിപ്പിടിച്ചത് സാർ. ഈ ചിത്രം ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോ കേരളത്തിന് സമ്മാനിച്ച ഒരു വീടിന്റെ ചിത്രമാണ് സാർ. ഇതിൽ സീലുണ്ട് സാർ. ഇതിൽ നിങ്ങൾ പറഞ്ഞ ചിത്രമുണ്ട് സാർ. നിങ്ങൾ പറഞ്ഞ ഉപഭോക്താവിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ഇതിലുള്ളത്. ഇത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനകത്തുണ്ട്. ബഹുമാനപ്പെട്ട LSD മന്ത്രിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ആ വെബ്സൈറ്റിനകത്ത് നിന്ന് ആ ചിത്രങ്ങൾ റിമൂവ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തയ്യാറാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സാർ. മലയാളി പ്രബുദ്ധരാണ്. മലയാളിക്ക് സവിശേഷമായ വിവേകമുണ്ട്. ആ വിവേകം കൊണ്ടാണ് സാർ ഐക്യജനാധിപത്യ മുന്നണി 102-ലും ഇവർ 36-ലും ഒതുങ്ങി നിൽക്കുന്നത്. ഇത്തരം ആരോപണങ്ങളെ ഈ കേരള ജനത അത് തള്ളിക്കളയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ചർച്ചകളെ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സാർ.